അധികം ദിവസമായിട്ട് ഇത് വാർത്തിട്ട്. ഞങ്ങളിത് എവിടെ പോകുന്ന പറയണത് സർക്കാർ? ഞങ്ങൾക്ക് വാടക കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ വാടക കൊടുക്കാനില്ല സർക്കാരിൻ്റെ കയ്യിൽ. ഞങ്ങളെവിടെയെങ്കിലും പോകണമെന്നാൽ ഞങ്ങളുടെ കാശ് വേണ്ടേ? ആരാ പൈസ തന്നെ? ഭക്ഷണം ഇത് കണ്ടില്ലേ? ഇതാണ് കിടപ്പ്. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എനിക്കൊരു 3 വയസ്സായ കുട്ടിയുണ്ട്. ആ കൊച്ചിന് ഭാര്യയുണ്ട്, അമ്മയുണ്ട്. ഇവരൊക്കെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ നമുക്ക്? ടെട്രോപ്പാഡ് വരുമെന്നുള്ളത് ഇത് കണ്ടില്ലേ? ഇതാണ് കടൽഭിത്തിയുടെ അവസ്ഥ. ഈ കടൽഭിത്തി ഇങ്ങനെ കിടന്നിട്ട് എന്തിനാ? ഇവിടെ ജിയോ ബാഗ് വെച്ചതാണ് ഒഴുകി നടക്കുന്നത് വെള്ളത്തിൽ കൂടി. ഇത്രയും വലിയ ജിയോ ബാഗ്. കടലിന് ഇതൊന്നും വലിയ കാര്യമില്ല. ടെട്രോപ്പാഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർ ഞങ്ങളെ പറ്റിക്കണാണ്. എവിടെ ടെട്രോപ്പാഡ്? 247 കോടി രൂപയെന്ന് പറയണം. അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായി. ഇപ്പം ആ പോസ്റ്ററും ഇല്ല, ഒന്നുമില്ല. പാസ്സാക്കിയെന്ന് പറഞ്ഞത് ഇതൊക്കെ വെറുതെ കണ്ണിപ്പൊടിയുന്ന ആൾക്കാരാ. ഒരു പരിപാടി ഇവിടെ നടക്കണില്ല. ഇപ്പം ഈ ലൈനിലെ എല്ലാ വീടുകളും ബാക്ക് ഭാഗം മുഴുവൻ തകർന്ന് കിടക്കണേ. ആളുകളെല്ലാം പോയി. ഞങ്ങളുടെ ഈ ലൈനിൽ ഞങ്ങൾ മാത്രമേ താമസിക്കുള്ളൂ. ബാക്കി എല്ലാവരും പോയി. 7 വീടുകൾ തകർന്ന് കിടക്കണാണ്. ഇത് ആൾക്കാരെ കണ്ണിപ്പൊടിയണല്ലേ ഇത്? ഫണ്ടില്ലെന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫണ്ടുണ്ടല്ല. ഈ പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഫണ്ടില്ലേ? വോട്ട് ചോദിക്കുമ്പോൾ വന്നിട്ട് പറയും ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്യും. എല്ലാ കൊല്ലവും വാഗ്ദാനങ്ങൾ മാത്രം. പ്രവൃത്തിയിലൊന്നും കാണാനില്ല. കേരളത്തിന്റെ സൈന്യം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ സൈന്യത്തിന്റെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. സൈന്യത്തിന്റെ അവസ്ഥയാണ് കാണുന്നത്. സൈന്യങ്ങളെല്ലാം വെള്ളത്തിലെ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളിവിടെ ഒരു ദിവസം ധൈര്യമായിട്ട് കിടക്കുന്നത് ഞാൻ കാണട്ടെ. ഒരു MLA MP ആരെങ്കിലും വരട്ടെ, ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ ഒന്നും ഒരു ദിവസം താമസിക്കും വീട്ടിൽ. ഇവിടെ ഞങ്ങളെ കിടന്നുറങ്ങണത്. നിങ്ങളിത് കാണാനില്ലേ?